നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നിരീശ്വര ആശയങ്ങൾ കുത്തിത്തിരിക്കുന്നു. 2025-26 അധ്യയന വർഷം മുതൽ കേന്ദ്ര ഏജൻസിയായ NCERT-യുടെ പാഠപുസ്തകങ്ങൾക്ക് പകരം പല സുപ്രധാന വിഷയങ്ങളും സംസ്ഥാന ഏജൻസിയായ NCERT തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുവാൻ ആണ് ഇപ്പോഴത്തെ നീക്കം. സയൻസ്, സോഷ്യോളജി, എക്കണോമിക്സ്, ജിയോഗ്രഫി വിഷയങ്ങളിലാണ് മുഖ്യമായും NCERT-യിലേക്ക് മാറുന്നതെന്നാണ് അറിയുന്നത്. ഇടതുപക്ഷ സഹയാത്രികരുടെ നേതൃത്വത്തിൽ NCERT തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന വഴി സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ കയറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആശയപരമായ പ്രതിസന്ധി മാത്രമല്ല ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയ പ്രവേശന പരീക്ഷകളിൽ അടക്കം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്ന അവസ്ഥ ഇതുവഴി ഉണ്ടാകും. ഇപ്പോൾ തന്നെ ദേശീയ പൊതുപരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിജയം നേടുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ തന്നെ നേരിട്ട് കുത്തിത്തിരികൽ വരുന്നതോടെ ഈ അവസ്ഥ കൂടുതൽ പരിതാപകരമാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ജൂണിൽ തന്നെ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യഘട്ടം മുതൽ ഇത്തരമൊരു നീക്കത്തിന് തുടക്കമിട്ടിരുന്നു. ഈ അധ്യയന വർഷം അത് കൂടുതൽ സജീവമാവുകയാണ്. ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലുള്ള പ്രൊപ്പഗണ്ടയാണ് പിണറായി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് അടിമകളായ ഒരു പൊതു തലമുറയെ സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ശ്രമം. നിലവിൽ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം SFI എന്ന സംഘടന കാരണം അധപ്പതിച്ചിട്ടുണ്ട്. SFIയിൽ ചേരുന്ന കുട്ടികളുടെ മാത്രം ഭാവി പോയിക്കൊണ്ടിരുന്ന സാഹചര്യം മാറി ഇനി മുതൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമാകുന്ന അവസ്ഥയിലാണിപ്പോൾ. ഈ തീരുമാനം നടപ്പിലാക്കാൻ ഉണ്ടാകാൻ പോകുന്നത് സ്വന്തക്കാരെയും ബന്ധുക്കളെയും മറ്റും താക്കോൽ സ്ഥാനങ്ങളിൽ തിരുകി കയറ്റിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഏതാണ്ട് താറുമാറായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം താരതമ്യപ്പെടുത്തിയാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് പുറകിലാണ് കേരളം. എന്നാൽ അല്പമെങ്കിലും നിലവാരം ബാക്കിയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെയും നട്ടലൊടിക്കുന്നതോടുകൂടി പൂർണ്ണമായും അടിമകൾക്കുള്ള ഒരു കേരളമാണ് സർക്കാർ മനസ്സിൽ കാണുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വേണ്ടത്ര എതിർപ്പുകൾ വന്നില്ല എങ്കിൽ വലിയ നാശത്തിലേക്കായിരിക്കും കേരളം പോകുന്നതെന്നത് ഉറപ്പാണ്.